നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ, വിശ്വസിക്കാൻ സാധിക്കാത്ത കുറ്റകൃത്യങ്ങളുടെ കഥകൾ, ചടുലമായ പോലീസ് അന്വേഷണം, വഴുതിമാറുന്ന തെളിവുകൾ. സ്വാഗതം 20th അവറിലേക്ക്. കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ചിരിക്കുന്നു. ദേളി സ്വദേശി മുബഷിറാണ് മരിച്ചത്. എന്താണ് മുബഷിറിന് സംഭവിച്ചത്? കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മുബഷിർ. പെട്ടെന്ന് രാവിലെ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി മുബഷിറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നു. പിന്നാലെ ആശുപത്രിയിലെത്തിക്കുന്നു. അതിനു മുൻപേ മരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ മുബഷിറിന് സംഭവിച്ചത്? പെട്ടെന്നുണ്ടായ ഒരു ശാരീരിക അസ്വസ്ഥതയാണോ മുബഷിറിന്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? അതല്ലെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കുടുംബം ദുരൂഹത ആരോപിച്ചു കഴിഞ്ഞു. ആരെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് കണ്ണൂരിലേക്ക് മാറ്റി, ഇല്ല എന്നെ ഒന്ന് പെട്ടെന്ന് ഇറക്കി കളാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് തള്ളിയോണ്ട് നമുക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ, ഓരോ നിയമം ഇതിൽ തന്നെ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇപ്പം നാളെ ഒന്നുണ്ടായി കോടതിക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ ഇങ്ങനെയുണ്ട്, നാളെ ഇൻഷാല്ല നോക്കാം. നമുക്ക് ഒരു ടൈക്കാറ്റിസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഒന്നുമില്ല. പിന്നെ അത് മാത്രല്ല പിടികൂടുന്ന സമയത്ത്, അതായത് അവനെ പിടികൂടുന്ന സമയത്ത് പത്രത്തിലുള്ളത് ഒരു പോലീസുകാർ കൊടുത്തതെന്ന് പറഞ്ഞാല് 9 കൊല്ലങ്ങൾക്ക് ശേഷം ഒളിവെന്ന് വന്ന് പോലീസുകാർ അതറിഞ്ഞ് പിന്തുണർന്ന് പിടിച്ചെന്നാണ്. ശരിക്കും പിടിച്ചത് അങ്ങനെയല്ല. ഉമ്മ ഓനും ഒരിക്കൽ യാത്ര ചെയ്യുന്നുണ്ടായി, ആക്സിഡന്റ് ആയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോയി. അങ്ങനെ 1-ാം പക്കം പോയി, 2-ാം പക്കം പോയി, 3-ാം പക്കം എൻ്റെ ID ആധാർ നോക്കുമ്പോൾ ഇന്ന കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിച്ചിട്ട് പോകുന്നതാണ്. അതന്നെ 1-ാമത്തെ കള്ളാണ്. ഇതിനു മുമ്പ് എല്ലാം പറയുന്ന FIR-ലടക്കം പറയുന്നുള്ള പക്ക കള്ളാണ്. മുബഷിറിനെ കൊന്നതാണെന്ന് കുടുംബം പറയുന്നു. മോർച്ചറിക്ക് മുൻപിൽ മുബഷിറിന്റെ കുടുംബാംഗങ്ങളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. അതിലേക്ക് അടിച്ചിട്ട് കൊല്ലല അങ്ങനെ ആക്കലുണ്ടാ? അല്ല പോലീസുകാരാക്കിയല്ലേ പുലർച്ചെ 5:30 മണിയോടെയായിരുന്നു മുബഷിറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതും തുടർന്ന് മുബഷിറിനെ പോലീസുകാർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. വിദേശത്തായിരുന്ന മുബഷിർ 2.5 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. പിന്നെ മുബഷിറിന് സംഭവിച്ചത് എന്താണ്? അത് ഇങ്ങനെയാണ്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് മുബഷിറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. സംഭവിച്ചതെങ്കിൽ രാവിലെ അവനെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിട്ട് 7:30 മണിക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് 5:45 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല. അവർ 7:30 മണിക്കാണ് ഞങ്ങൾക്ക് അറിയുന്നത് മരിച്ചു എന്നുള്ളത്, ജയിലിൽ മരിച്ചു എന്നുള്ളത്. ഞങ്ങൾക്ക് സംശയമുണ്ട്, പരമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് പിന്നെ എന്നെ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ്. കേസ് എന്താണെന്ന് അറിയില്ല, ചെറിയ കേസ് എന്തായിരുന്നു, കേസ് എന്താണെന്ന് അറിയില്ല. തുടർന്ന് കോടതി മുബഷിറിനെ സബ് ജയിലിലേക്ക് അയക്കുന്നു. കഴിഞ്ഞ ദിവസം മുബഷിറിനെ കാണാൻ മുബഷിറിന്റെ അമ്മയും അനുജനും സബ് ജയിലിലേക്ക് എത്തുന്നു. പക്ഷെ അപ്പോഴൊന്നും തനിക്ക്
ആരോഗ്യത്തിന് ഒരു കുറവുണ്ട് അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള കാര്യം കുടുംബത്തോടൊന്നും മുബഷീർ പറഞ്ഞിരുന്നില്ല. പകരം ഒരു കാര്യം പറഞ്ഞു, തനിക്ക് ജയിലിൽ നിന്ന് പോലീസുകാരുടെ മർദ്ദനമേറ്റെന്ന് മുബഷീർ കുടുംബത്തോട് പറഞ്ഞു എന്നാണ് അമ്മയും സഹോദരനും പറയുന്നത്. ആ പ്രതികരണത്തിലേക്ക്. കേസ് 9 വർഷം മുമ്പുള്ള ഒരു കേസ്, ചെറിയ കേസ്. ഉമ്മാനെ കൊണ്ടുവന്ന് പോകുമ്പോൾ ചെറിയ വണ്ടി തട്ടിയോ അങ്ങനത്തെ കേസ് തന്നെ. അതിനുശേഷം 9 വർഷം ഗൾഫിലായിരുന്നു ഇവന്. 9 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓന് 2 മാസമായുള്ളൂ. ഉപ്പ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഉപ്പ മരിച്ചിട്ട്. അതിനുശേഷം ഇപ്പോൾ 2 മാസമായി ചെക്കൻ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട്. പിന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ മിനിയാന്ന് ഉമ്മ കാണാൻ പോയി, ഇന്നലെ അഞ്ചൻ കാണാൻ പോയി. അപ്പൊ അഞ്ചനോട് പറഞ്ഞല്ല, എങ്ങനെ ഒഴിവാക്കിയിട്ടാ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടുന്നു. അപ്പൊ എന്തുകൊണ്ടെന്ന് അറിയില്ല. സംശയമുണ്ട്. വിഷയത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നെ നെല്ലിക്കുന്ന് MLA അടക്കം ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, സംഭവത്തിന്റെ നിഗൂഢത, ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും MLA പ്രതികരിച്ചു കഴിഞ്ഞു. ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു അസുഖവും ഇല്ല. അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ്. അന്വേഷണം നടത്തണം. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇവിടുന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം, 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. മുബഷീറിന്റെ മരണത്തിന് പിന്നിൽ എന്ത്? മുബഷീറിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലെ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അതല്ലെങ്കിൽ പോലീസിന്റെ 3ാം മുറയാണോ മുബഷീറിന്റെ ജീവൻ എടുത്തത്? സത്യമറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരുന്നേ മതിയാകും. ഇന്നലെ നമ്മൾ ഏറെ ഞെട്ടിച്ചൊരു വാർത്തയാണ് തൃശൂരിൽ മകൾ അമ്മയെ തലക്കടിച്ചു കൊന്നു എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളാണ് ഈ ദിവസം പുറത്തു വരുന്നത്. വഴിയരികിൽ കിടന്ന വയോധികയുടെ മൃതശരീരത്തിൽ നിറയെ സംശയകരമായ പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിന് പൊട്ടലുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. 2 എല്ലുകൾ പൊട്ടിയതിന് കഴുത്തിൽ കുത്തിപ്പിടിച്ചതിന് പിന്നാലെയാണ് ഈ പൊട്ടുകളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഈ വയോധിക വഴിയരികിൽ ബോധം കെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, വയോധികയുടെ മകളും സുഹൃത്തുമാണ്. മകൾ സന്ധ്യയും സുഹൃത്ത് നിതിനും. എന്താണ് ഈ സന്ധ്യയും നിതിനും തമ്മിലുള്ള ബന്ധം? നിതിൻ എന്തിനാണ് സന്ധ്യയും ഭർത്താവും മകനും അമ്മയും താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവിടെ. പക്ഷേ സംഭവിച്ചത് കേരള പോലീസിന് കൈയടിക്കേണ്ട സാഹചര്യമാണ്. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു, കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു, പ്രതിയിലേക്ക് വളരെ വേഗമെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ നിതിന് സാധിച്ചിരുന്നില്ല. അമ്മയുടെ കഴുത്തിലെ ആഭരണങ്ങൾ എവിടെയെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം പോലീസിന്റെ. സന്ധ്യ പല കള്ളങ്ങൾ പറഞ്ഞ് ഒഴിവാൻ നോക്കി. ആഭരണങ്ങൾ പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് സ്വർണം കിട്ടി.
പിന്നീട് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിതായിരുന്നു: ആരാണ് 77-കാരിയായ തങ്കമണിയെ കൊലപ്പെടുത്തിയത്? മകളായ സന്ധ്യയോ അതോ നിതിനോ എന്നുള്ളത്. പോലീസിന് വളരെ വേഗം ഉത്തരം കിട്ടി. നിതിന് ചോദ്യം ചെയ്യലിൽ നിതിനും സന്ധ്യയ്ക്കും ഉത്തരം പറഞ്ഞേ മതിയാകുമായിരുന്നുള്ളൂ. അവരിൽ നിന്ന് കിട്ടിയ ഉത്തരം അതിങ്ങനെയാണ്: നിതിന് തങ്കമണിയുടെ ആഭരണം വേണം. സന്ധ്യ അമ്മയോട് ആഭരണം ചോദിച്ചു, കൊടുത്തില്ല. പിന്നീട് ശനിയാഴ്ച വൈകിട്ട് മുണ്ടൂരിലെ ആ വീട്ടിൽ നടന്നത് അമ്മയും മകളും തമ്മിലുള്ള പിടിവലി. സന്ധ്യ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറകോട്ട് തള്ളുകയായിരുന്നു. തലയടിച്ചു വീണ തങ്കമണി തൽക്ഷണം മരിച്ചു. മൃതദേഹം കട്ടിലിൽ കിടത്തി. പിന്നെ സന്ധ്യ നേരെ വിളിച്ചത് തന്റെ സുഹൃത്തും കാമുകനുമായ നിതീഷിനെ. നിതീഷ് എത്തുന്നു. സന്ധ്യയുടെ സുഹൃത്താണ് നിതീഷ്. 3 വർഷമായി ഇരുവരും പ്രണയത്തിലാണ്. അമ്മയുടെ ആഭരണം സന്ധ്യ നിതീഷിന് നൽകുന്നു. ആ ആഭരണം കൊണ്ട് നിതീഷ് നേരെ ആ ആഭരണം പണയം വയ്ക്കാൻ പോകുന്നു. ആഭരണത്തിന്റെ ഒരു ഭാഗമാണ് ഈ സന്ധ്യ കാമുകന് നൽകിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ ഭാഗം നിതീഷ് പണയം വെക്കാൻ കൊണ്ടുപോകുന്നു. പണയം വെച്ചതിന് ശേഷം ആ പൈസയുമായി അയാൾ തിരിച്ചു വരുന്നു. പിന്നീട് ഈ മൃതദേഹം, അമ്മയുടെ മൃതദേഹം മകളും കാമുകനും ചേർന്ന് പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. അവിടെയാണ് ആ 2 പേർക്കും പാളിയത് എന്ന് വ്യക്തമാണ്. അതിനുശേഷം രാവിലെ അമ്മ വഴിയിൽ കിടക്കുന്നുവെന്ന് കഥയുണ്ടാക്കി സന്ധ്യ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വിവരം പറഞ്ഞു. എളാമ അങ്ങനെ മരിച്ചു കിടക്കണ സമയത്ത് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് എളാമിക്ക് മേത്ത് സ്വർണ്ണാഭരണമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് സന്ധ്യയുടെ ഭർത്താവും ഞാനും മാത്രം അവിടെ ഉള്ളൂ. അപ്പോഴേക്കാണ് ആൾക്കാർക്ക് വന്നു. എളാമ കമന്തര കിടന്നായിരുന്നു. എളാമനെ തിരിച്ചിട്ട സമയത്ത് കഴുത്തിലൊക്കെ പാടുണ്ടായിരുന്നു. ചെവിയുടെ മുകളിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. മുഖത്ത് ചോര ഉണ്ടായിരുന്നു. ഇരുവരുടെയും പദ്ധതിയെല്ലാം തകർത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. ഒപ്പം ആഭരണം എവിടെയെന്ന പോലീസിന്റെ ചോദ്യത്തിലും ഈ 2 പ്രതികളും കുഴങ്ങുകയായിരുന്നു. ആ ചോദ്യവും കൃത്യം. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സന്ധ്യയും നിതിനും കാട്ടിയത് അതിബുദ്ധി. അവിടെയാണ് കേരള പോലീസിന്റെ മികവിന് കയ്യടി കൊടുക്കേണ്ടത്. വയോധികയുടെ മൃതദേഹം നാട്ടുകാർ വഴിയിൽ കണ്ട അതേ ദിവസം തന്നെ നിതിൻ നേരെ പോയത് ശബരിമലയിലേക്കാണ്. യാത്രക്കിടെ നിതിൻ കാണിച്ചൊരു അതിബുദ്ധിയാണ് അയാളെ കുടുക്കിയത് എന്ന് തന്നെ പറയാം. നിതിൻ നേരെ ചെയ്തത് സന്ധ്യയുടെ മകനെ ഫോണിൽ വിളിച്ച് പോലീസ് അവിടെ വന്നോ, പോലീസ് എന്താണ് ചോദിച്ചത് എന്നാണ് ചോദിച്ചത്. പകരം അത് മാത്രമല്ല, പിന്നീട് ചോദിച്ചു പോലീസ് നായ വന്നോ എന്നുള്ളതും. കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല എന്നല്ലേ നമ്മൾ പറയാറ്. ആ കുഞ്ഞ് പോലീസിനോട് കൃത്യം കാര്യം പറഞ്ഞു. ഇങ്ങനെയൊരു ചേട്ടൻ വിളിച്ചിരുന്നു, അയാൾ ഇവിടെ പോലീസ് നായ വന്നു എന്നാണ് അന്വേഷിച്ചത്. അതുമാത്രമല്ല, പോലീസ് എന്തൊക്കെ ചോദിച്ചു എന്നും ആ കുട്ടി, സന്ധ്യയുടെ മകൻ, പോലീസിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് പിന്നെ പോലീസിന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഈ ചേട്ടൻ, നിതിൻ എന്നുള്ള ചേട്ടൻ ഇവിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പിഞ്ചു മനസ്സിൽ കള്ളമില്ല, കുഞ്ഞ് കൃത്യമായി കാര്യം പറഞ്ഞു. നിതിൻ ചേട്ടൻ ഇവിടെ വരാറുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് പോലീസ് കൃത്യമായി നിതിനിലേക്ക് എത്തുന്നത്. നിതിൻ ശബരിമലയിൽ നിന്ന് വരുന്ന അതേ ദിവസം അയാളെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിന്റെ ചോദ്യമുനയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല നിതിന്. കൃത്യം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഓരോന്നോരോന്നായി അയാൾ പറയാൻ തുടങ്ങി. കാമുകന് വേണ്ടി അമ്മയെ ഇല്ലാതാക്കിയ സന്ധ്യ ദയർഹിക്കുന്നേയില്ല. വഴക്കിനിടയിൽ പറ്റിയതാണെന്ന് സന്ധ്യ പലവട്ടം പോലീസിനോട് പറഞ്ഞു. പക്ഷേ അതൊരു ന്യായീകരണമാണോ? കാമുകന് വേണ്ടി സ്വന്തം പെറ്റമ്മയാണ് സന്ധ്യ ഇല്ലാതാക്കിയതെന്നതാണ് കേരളത്തേറെ ഞടുക്കിയ കാര്യം. എന്തായാലും മുണ്ടൂർ ശങ്കരകണ്ഠത്തെ അമ്മയെ കൊന്ന സംഭവം, മകൾ അമ്മയെ കൊന്ന സംഭവം ബന്ധങ്ങളുടെ വിള്ളലുകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക് തന്നെയാണ് ഈ വാർത്ത വിരൽ ചൂണ്ടുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് വെല്ലുവിളിയാണ് എന്നോർമ്മിപ്പിക്കുന്നു. വിശ്വസിച്ച് ജോലി നൽകിയതിനു നേരെ വിശ്വാസവഞ്ചന കാണിക്കുക. പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ സ്ത്രീത്വത്തെ
അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരാണോ തങ്ങൾക്ക് ജോലി നൽകിയത് അവർക്കെതിരെ കേസ് കൊടുക്കുക. നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം സ്ത്രീകൾ കാരണം യഥാർത്ഥത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന പലർക്കും നീതി അകലെയായി പോകുന്ന സംഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും കടയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തവരെ കുറിച്ച് തന്നെയാണ്. കള്ളപ്പരാതി കൊടുത്ത് ചെയ്ത തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ഈ നിയമ പോരാട്ടം. ഒരു വേള അറസ്റ്റിലാകുമെന്ന് പോലും ഭയപ്പെട്ടിരുന്ന സമയത്താണ് ധൈര്യമായി സ്വയം തെളിവുകളുമായി ഈ കുടുംബം ഒന്നിച്ച് രംഗത്തിറങ്ങിയത്. ഒടുവിൽ CCTV-കളടക്കം സംസാരിക്കുന്ന തെളിവുകളായി. തുടരന്വേഷണത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളിലെയും കൂട്ടുപ്രതികളെയും അക്കൗണ്ടുകൾ ഒരുപക്ഷെ സത്യം വെളിപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് 66 ലക്ഷം രൂപയാണ് 3 ജീവനക്കാരികൾ ചേർന്ന് തട്ടിയെടുത്തത്. അവരുടെ പേരുകളാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തത്. ആ 3 പേരുകൾ ഇതാണ്: വിനീത ജൂലിയറ്റ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധാകുമാരി, കൂടെ വിനീതയുടെ ഭർത്താവ് ആദർശും. ഈ 3 പേരും ചേർന്നാണ് കൃത്യമായ കുറ്റകൃത്യം നടത്തിയത്. അന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞൊപ്പിച്ചത്? മാധ്യമങ്ങൾക്ക് മുൻപിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി അവർ പറഞ്ഞ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ടുവരാം. 7 മണിക്കൂറിലധികമായിട്ടാണ് അവർ നമ്മളെ കസ്റ്റഡി വെച്ചിരുന്നത്. ഇത് പോരാത്തതിന് ഞങ്ങളുടെ ഹസ്ബൻഡ്സിനെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിന്റെ ഹസ്ബൻഡ് അവരോടെയാണ് ഇവരോടെയാണ് അങ്ങനത്തെ രീതിക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സംസാരിച്ചു. നിനക്കെന്താ അവളുടെ അടുത്ത് ഇത്ര കഴപ്പ്? നിനക്ക് എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യ അടുത്ത് തീർത്താൽ മതി, അത് അവളുടെ അടുത്ത് തീർക്കണ്ട. അങ്ങനത്തെ രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ അങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരുപാട് ആഭാസ രീതിയിലുള്ള ചീത്തകൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ആ സമയത്ത് പേടിച്ചു. കാരണം ഇത്രയും 4 പെൺകുട്ടികളുള്ള ഒരു അച്ഛനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ അത്ര മോശമൊന്നുമല്ല പറയാൻ വേണ്ടിയിട്ട്. ഭാര്യയും നല്ല രീതിക്ക് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സന്തോഷം എന്ന് പറയുന്ന ആ വ്യക്തിയും കൃഷ്ണകുമാർ സാറും എന്റെ ഹസ്ബൻഡിനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്കിളിനെ നിർബന്ധപൂർവ്വം പിടിച്ച് മുറി പൂട്ടിയിടുകയും പുറത്തിറങ്ങിയിട്ട് കാല് പിടിക്കുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വരെ അവരെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അങ്കിളിനെ കൊണ്ട് കൃഷ്ണകുമാർ സാറിന്റെ കാല് പിടിപ്പിക്കുന്നതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവര്. ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നവരെ അവരെടുത്തിട്ടുണ്ടായിരുന്നവര്. ദിയ ക്യാഷ് ആയിട്ടാണ് മേടിച്ചത്. അപ്പൊ അവര് വാങ്ങിയെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ദിയ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മേടിച്ചിട്ട് അവരുടെ ടേബിളിൽ വെച്ചിരിക്കുന്നതായിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിയയുടെ അമ്മയാണ് അതിലുള്ള ഞാൻ കാണിച്ചത്. ഈ ദിവസം നമ്മള് ഈ വീഡിയോ തട്ടിക്കൊണ്ട് പോയ ദിവസം ബാക്കി ക്യാഷ് ആണ് ഇതിൽ കാണാൻ പറ്റും. നമ്മളെ എത്ര ബാക്കിലോട്ടാണ് ഇരുത്തിയിരിക്കും. നമുക്ക് ഫോൺ കിട്ടിയത് ആ ടൈമാണ്. അത് ഞങ്ങൾ കൊടുത്ത പൈസ ആ പുള്ളിക്കാരി വാങ്ങി വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇല്ല. അത് ദിയ പറയുന്നുണ്ട് നമ്മളെ തെഫ്റ്റ് കേസിൽ, നമ്മളെ കള്ള കേസിൽ കുഴിക്കോന്ന് ദിയ പറയുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇല്ല, കാരണം നമ്മൾ വിചാരിച്ചില്ലല്ലോ ദിയ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ജോലിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ജീവിതകാലം അവിടെ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാൻ. കാരണം അപ്പൊ മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. അത്രേ ഉള്ളൂ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കള്ളക്കേസ് കൊടുത്ത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അകത്താക്കാൻ തന്നെയായിരുന്നു ഈ ജീവനക്കാരികളുടെ പ്ലാൻ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും തങ്ങളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തെന്നുമായിരുന്നു ഈ 3 പേരും മാധ്യമങ്ങളോടടക്കം പറഞ്ഞതും അവർ നൽകിയ കള്ളപ്പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞതും ഈ കാര്യങ്ങളായിരുന്നു. ഇതാണോ ശരിയെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചു പോയി. ആ സമയത്താണ് പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും സത്യം തെളിയിക്കാൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ രംഗത്തെത്തിയത്. കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം പോലും അയാളെ വലിയ തരത്തിൽ അധിക്ഷേപിക്കുന്നതിന് ഒരു കൂട്ടർ ഇടയാക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ അധിക്ഷേപങ്ങളും കൃഷ്ണകുമാറിന് കേൾക്കേണ്ടി വന്നു. അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കാം. എനിക്കറിയാം അവർ തെറ്റ് ചെയ്തു നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോഴും ഞാൻ ആലോചിച്ച് ചെറുപ്പക്കാരാണ് അവർ, അവർക്ക് തുടർന്ന് ജീവിച്ചു പോകേണ്ടതാണ്. തെറ്റ് ചെയ്തെങ്കിൽ അവരെ പറഞ്ഞു വിടുക, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇത്ര തുക എടുത്തതായിട്ട് നമുക്കൊരു ഊഹം കിട്ടി. ഞാൻ എൻ്റെ 3-1 ചുരുക്കി നമ്മളെല്ലാം ഒത്തുതീർപ്പിലോട്ട് പോയി. ഇവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു,
ഞാൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എല്ലാം ഓക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയതാണ്. പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റായ നടപടി ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞ് അവർ 2 ദിവസം കഴിഞ്ഞ് കൗണ്ടർ കേസ് കൊടുക്കുന്നു. നമ്മുടെ കേസ് അന്വേഷിക്കാതെ കൗണ്ടർ കേസിൽ FIR ഇടുന്നു. അതും എല്ലാം നോൺ ബെയിലബിളാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയ വശം കാണുന്നുണ്ട്. കാരണം ഭരണകക്ഷിയുടെ ഭാഗത്തല്ല ഞാൻ വ്യത്യസ്തമായൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്ലിയറായിട്ടൊരു രാഷ്ട്രീയ സംഭവം കണ്ടെച്ചാൽ ആ സ്റ്റേഷനിൽ ആരോ ഇടപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേസിൽ അന്വേഷിക്കാതെ കൗണ്ടർ കേസ് അന്വേഷിച്ച് FIR ഇടുന്നു. കൗണ്ടർ കേസ് അന്വേഷിക്കണമെന്ന് ഒരിക്കലും പറയില്ല, അന്വേഷിക്കണം. പ്രത്യേകിച്ച് അപ്പുറത്ത് പെൺകുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ആ കേസ് അന്വേഷിച്ച് പോകണം. പക്ഷേ അതവിടെ ഇരുന്നിട്ട് കൗണ്ടർ കേസിൽ FIR ഇട്ടപ്പോഴത്തേക്ക് അതിൽ അതീവ ഒരു ഗുരുതരമായ തെറ്റ് കണ്ടു, സംശയങ്ങൾ തോന്നി തുടങ്ങി. ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാതെ വന്നപ്പോൾ നമ്മൾ ആഭ്യന്തര മന്ത്രാലയം കൂടി കൈവശം വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നതും അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് പോയതൊക്കെ. ഒബയോസി എന്ന സ്ഥാപനത്തിലെ CCTV ദൃശ്യവും ഇവർക്ക് ഗുണമായി എന്ന് എടുത്തു പറയേണ്ടതാണ്. QR കോഡിൽ കൃത്രിമം കാണിച്ചായിരുന്നു ഈ കള്ളത്തരം, ഈ സാമ്പത്തിക തട്ടിപ്പ് ഈ പ്രതികൾ നടത്തിയത്. കടയിലെ QR കോഡ് മാറ്റി സ്വന്തം QR കോഡിലേക്ക് പണമിടിയിക്കുകയായിരുന്നു. പ്രതികൾ കൊടുത്ത കള്ളക്കേസിലായിരുന്നു ആദ്യം അന്വേഷണം നടന്നത്. അതും കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന തരത്തിൽ. ഇതിനെയൊക്കെ ആ കുടുംബം വളരെ കൃത്യമായി അതിജീവിച്ചു എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. കടയിൽ നിന്ന് 66 ലക്ഷം മോഷ്ടിച്ചതിന് 3 ജീവനക്കാരികൾക്കും സഹായികൾക്കുമെതിരെ കുറ്റപത്രം വന്നു കഴിഞ്ഞു. ജോലി നൽകിയവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടാൻ ശ്രമിച്ചവർ ഇനിയെങ്കിലും പഠിക്കണം. കള്ളക്കേസ് വന്നപ്പോൾ പൊരുതാനുറച്ച മനസ്സുമായി ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പിടികൂടാൻ സാധിച്ചത്. ടവറിലേക്ക് വളരെ വേഗം തിരിച്ചെത്താം. ചെറിയൊരു ഇടവേള. ബണ്ടി ചോർ എന്ന പേര് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. മലയാളികൾക്ക് ആ പേര് സുപരിചിതമാണ് താനും. ബണ്ടി ചോർ വീണ്ടും കേരളത്തിൽ വന്നിരിക്കുന്നു. മറ്റെവിടെയുമല്ല, ഇങ്ങ് തിരുവനന്തപുരത്ത്. എന്താണ് ബണ്ടി ചോറിന് തിരുവനന്തപുരത്ത് കാര്യം? എന്തിനാണ് ബണ്ടി ചോർ കേരളത്തിൽ കറങ്ങി നടക്കുന്നതെന്നായിരിക്കും നമുക്ക് എല്ലാവർക്കുമുള്ള സംശയം. അതിനുത്തരം പോലീസാണ് പറയേണ്ടത്. കൊച്ചിയിൽ പിടികൂടിയ ബണ്ടി ചോറിനെ പോലീസ് വിട്ടയച്ചിരുന്നു. ഇന്ന് വീണ്ടും ഇതാ തിരുവനന്തപുരത്ത് പൊങ്ങി. വക്കീലിനെ കാണാൻ വന്നതെന്നാണ് ബണ്ടി ചോർ പറയുന്നത്. തലസ്ഥാനത്തെ മോഷണത്തിൽ ജയിലിൽ കിടന്ന ബണ്ടി ചോർ ഇപ്പോൾ ജാമ്യത്തിലാണ്. നിലവിൽ അറസ്റ്റിലാവേണ്ട കേസുകൾ ഇയാൾക്കില്ല. എന്നാൽ സംശയത്തോടെ മാത്രമേ ബണ്ടി ചോർ വരുന്നതിനെ പോലീസിന് കാണാൻ സാധിക്കുള്ളൂ. പോലീസ് മുൻകരുതലെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അടുത്ത മോഷണം ആസൂത്രണം ചെയ്യാനാണോ ഈ കറങ്ങി നടക്കലെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പഴയ കേസിന്റെ രേഖകൾ വക്കീലിൽ നിന്ന് കിട്ടാൻ വന്നതെന്നാണ് ബണ്ടി ചോർ പറയുന്നത്. കൊച്ചിയിലും ഇതേ കാര്യം തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. അതേ മറുപടി ഇങ്ങ് തിരുവനന്തപുരത്തും പോലീസിന് നൽകി. പെരൂർക്കട സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ട് എന്നായിരുന്നു ആദ്യം പോലീസിന് നൽകിയ മറുപടി. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇയാൾ കേരളത്തിൽ കറങ്ങി നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പഴയ ചോദ്യം. കൊച്ചിയിലും പോലീസിനോട് പറഞ്ഞ മറുപടി അത് തന്നെ എന്തിനാണ് തിരുവനന്തപുരത്ത് പറഞ്ഞുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാജ്യമെങ്ങും മോഷണ പരമ്പര നടത്തിയ ബണ്ടി ചോർ ഇപ്പോൾ കാഴ്ചയിൽ ക്ഷീണിതനാണ്. ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. എന്തെങ്കിലും വലിയ ഉദ്ദേശം അയാൾക്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും കേരളത്തിൽ കറങ്ങി നടക്കുന്നത് മനോനില തെറ്റിയതുകൊണ്ടാണോ എന്ന സംശയവും പോലീസിന് ഉണ്ട്. എന്തായാലും എന്തായിരിക്കും ബണ്ടി ചോറിന്റെ അടുത്ത ലക്ഷ്യം എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം പോവേണ്ടത്.
തവണ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാണാം. നമസ്കാരം.